നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വളരെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മുന്നേറിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിമതി എങ്ങനെയൊക്കെ നടത്താം എന്നുള്ളതിനെ കുറിച്ചുള്ള റിസർച്ചാണ് അതിനകത്ത് നടന്നുകൊണ്ടിരുന്നത്. ഇതുവരെ ഇപ്പോഴും നടക്കുന്നുണ്ട്, ഇല്ല എന്നൊന്നും പറയാനല്ല. കാരണം രാഷ്ട്രീയക്കാർ എവിടെ ഉണ്ടോ ആ രാഷ്ട്രീയക്കാർ അവരുടെ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ അങ്ങ് ശ്രമിക്കും. കുറേ ആദ്യം അവരുടെ ആൾക്കാർ, അവരുടെ സ്വന്തക്കാർ കഴിഞ്ഞാൽ പിന്നെ വേറെ ഉണ്ടല്ലോ, പിന്നെ ചുമടെടുക്കാൻ നടക്കുന്നവരും ഈ അടി കൊടുക്കാനൊക്കെ നടക്കുന്നവരും ചെടിച്ചട്ടി എടുത്ത് അടിക്കുന്നവരും ഈ ആളുകളെ പിടിച്ച് വഴിയിൽ തള്ളുന്നവരും ഒക്കെ ആയിട്ടുള്ള ചെറുപ്പക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ജോലി കൊടുക്കാനുള്ള ശ്രമമൊക്കെ നടത്തും. ഇതിന് മുമ്പ് ഈ പോലീസിലേക്കുള്ള, അതായത് CPO അതിലേക്കുള്ള ഒരു ടെസ്റ്റ് നടന്നു. അതിലേക്ക് വലിയ കുഴപ്പക്കാരന്മാർ രണ്ടുപേരെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്രിമിനൽ കേസ് പ്രതികളായിട്ടുള്ള ഈ SFIയുടെ അവന്മാർ രണ്ടുപേര് കയറി 1-2 റാങ്കിലൊക്കെ വന്നു. പ്രശ്നമായി. അവസാനം അതൊക്കെ റദ്ദ് ചെയ്തു, അന്വേഷണം നടത്തി. കാരണം കണ്ടെഴുതിയ അന്നും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയെന്നും ഒക്കെ വന്നു. അന്ന് മുതലേ ഇതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതിനൊരു അന്വേഷണം നടത്തി. നമ്മുടെ പിണറായി വിജയൻ്റെ പോലീസുകാരാണ് അന്വേഷണം നടത്തിയത്. ആ അന്വേഷണം ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിഞ്ഞൂടാ. ആ രീതിയിലാണ് അന്വേഷണം. അതേപോലെ ഇപ്പോൾ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഫലപ്രാപ്തി ഇപ്പോൾ അല്പം ആത്മാർത്ഥത അതിൽ കാണുന്നുണ്ട്. അതെങ്ങനെ വരും എന്ന് നോക്കിയിരുന്ന് കാണാനേ പറ്റുള്ളൂ. പക്ഷേ പിണറായി വിജയൻ്റെ പോലീസല്ല രമേശ് ചെന്നിത്തലയുടെ പോലീസ്, വ്യത്യാസമുണ്ട്. അപ്പോൾ കാരണം അവർ ക്രൈംബ്രാഞ്ച് അത് അന്വേഷിക്കാൻ പോയപ്പോൾ ആദ്യ രേഖകൾ കൊടുക്കലെന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ മനസ്സിലായി കൊടുത്തില്ലെങ്കിൽ വിവരം അറിയും എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം ഏതായാലും രേഖകളൊക്കെ കൊടുക്കാം, അന്വേഷണമായിട്ട് സഹകരിക്കാം എന്നുള്ളൊരു നിലപാട് അങ്ങ് എടുത്തു. ഇപ്പോൾ PSC ചെയർമാനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതായിട്ടിരിക്കുകയാണ്. ഇവനൊക്കെ വലിയ കള്ളത്തരവും കൊള്ളയും കാണിച്ചിട്ടിരിക്കുന്നവന്മാരാണ് ഇതിനകത്തുള്ളതെല്ലാം. യവന്മാരെ ആരുണ്ടെങ്കിലും എല്ലാത്തിനെയും പിടിക്കണം, അകത്താകണം. അതാണ് ചെയ്യേണ്ടത്. ഈ വൃത്തിയോട് വിളിച്ചു പറയുന്നവന്മാരൊക്കെ ഉണ്ടല്ലോ, അതായത് ഒരുപാട് തോന്നിവാസങ്ങൾ വിളിച്ചു പറയുന്നവന്മാരുണ്ട്. അവന്മാർ അതായത് അവരൊക്കെ ആരെയും തെറി പറയാം. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു സംഘടനയോ പുറകിലുണ്ടെങ്കിൽ അത് മതി എന്ന് വിചാരിക്കുന്നവന്മാരും ഇതുപോലെ അഴിമതി നടത്തുന്നവന്മാരും അത് ജന്മാവകാശമാണെന്ന് കരുതി പ്രവർത്തിക്കുന്നവന്മാരും ഒന്നും സർക്കാർ സർവീസ് പാടില്ല. അവരെയൊക്കെ അങ്ങ് പറഞ്ഞയക്കണം. അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിക്കേണ്ടതും. ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ബലിയാടാവും. ഇപ്പോൾ അതാണ് പ്രശ്നം. യവന്മാർ ഈ മെമ്പർമാരെന്നും പറഞ്ഞ് ചുമ്മാതിരിക്കുന്നവന്മാരുണ്ടല്ലോ, തിന്ന് പല്ലും കുത്തി കീശയും വീർപ്പിച്ച് നല്ല കുമ്പയും വീർപ്പിച്ചിരിക്കുന്നവന്മാരെ, അവന്മാർക്ക് ഒന്നും പ്രശ്നം വരത്തില്ല. ആദ്യം മനസ്സിലാക്കണം, യവന്മാർ പറയുന്നത് കേട്ടുകൊണ്ട് രാഷ്ട്രീയം കളിക്കാൻ ഉദ്യോഗസ്ഥരിയ്ക്കുമ്പോൾ അവർക്ക് പ്രശ്നം വരുമെന്ന് അവർ തിരിച്ചറിയണം. ഇവിടെ ആസൂത്രണ ബോർഡിലേക്ക് ഒരു 3 വകുപ്പിലേക്ക് വലിയ പരീക്ഷ നടത്തി. വലിയ പരീക്ഷയാണ് കേട്ടോ. ആകെ 238 ഉദ്യോഗാർത്ഥികളെ അതിലുണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് വളരെ പ്രിയപ്പെട്ട ഒരു ഉദ്യോഗാർത്ഥി ഉണ്ടായിരുന്നു. അത് അയാളുടെ പേര് ഞാനങ്ങ് പറഞ്ഞു. അരുൺ ജെ പ്രതാപ് എന്ന് പറയുന്നവനാണ്. അരുൺ ജെ പ്രതാപ്. ഇയാൾ സർവീസ് സംഘടനയുടെ, ഇടതുപക്ഷ സർവീസ് സംഘടനയുടെ നേതാവാണ്. അപ്പോൾ ഇയാളെ വേണമല്ലോ അതിൽ കൊണ്ടുവരാൻ. അതിലേറ്റവും വലിയ പോസ്റ്റ് എന്ന് പറയുന്നത് മാസം 1,26,000 രൂപ അടിസ്ഥാന ശമ്പളം. 1,26,000 രൂപ ആകുമ്പോൾ എല്ലാം കൂടി ഒരു 2.5 ലക്ഷം രൂപയുടെ വരുമാനം ഒരു പ്രതിമാസം ഉണ്ടാവും. ഈ പോസ്റ്റിലേക്ക്, അതായത് ചീഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ പ്ലാനിംഗ് ബോർഡിലെ അതിലേക്കുള്ള ചീഫിൻ്റെ തിരഞ്ഞെടുപ്പാണ് ഈ 238 പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ മഹാനും കേട്ടോ, അരുൺ ജെ പ്രതാപും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അരുൺ ജെ പ്രതാപിനെ ഇതിലേക്ക് കൊണ്ടുവരണം. ഇല്ലെങ്കിൽ നമ്മുടെ ലോക ആകാശം ഇടിഞ്ഞു വീഴും. ഇവനില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പ്ലാനിംഗ് ബോർഡ് എന്ന് പറയുന്നത് ഒന്നാകെ കുഴി പോവും. അതുകൊണ്ട് ഇവനെ തന്നെ നീ നിയമിക്കണം. അപ്പോൾ അതിനു വേണ്ടി നോക്കിയപ്പോൾ പരീക്ഷ 9 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങൾ. അതിനകത്ത് 9 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് 10 ചോദ്യങ്ങൾ. ഈ 10 ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാൻ ഈ ആശാൻ അറിഞ്ഞുകൂടാ. അതിനുള്ള വിവരം അവനില്ല. ഇവൻ എന്തായെന്നറിയാമോ? അതിനകത്ത് ഏതാണ്ടൊക്കെ 1-2 കുറച്ചെണ്ണം എഴുതി, അതൊക്കെ തെറ്റിപ്പോയി 3-4 ചോദ്യം എഴുതി. അപ്പോൾ ഇവരൊരു മാർഗം കണ്ടുപിടിച്ചു, ഇവനെ കൊണ്ടുവരണ്ടേ. അപ്പോൾ ഈ 9 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ 10 ചോദ്യങ്ങൾക്ക് 58 മാർക്കാണ്. ഈ 58 മാർക്ക് എല്ലാവർക്കും അങ്ങ് ഒഴിവാക്കി അതല്ലേ നല്ലത്. കാരണം ഇവനെ ഇതിൻ്റെ തലപ്പത്തോട്ട് കൊണ്ടുവരണമെങ്കിൽ ആ പരിപാടി വേണമല്ലോ. അതിനുവേണ്ടി ഒരു കാര്യം ചെയ്തു. ഇത് വാല്യൂ ചെയ്യണ്ടെന്ന് പറഞ്ഞു.
ഉത്തരം എഴുതി നല്ല അന്തസ്സായിട്ട് ഉത്തരം എഴുതിയ മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ അതിലുണ്ട്. അവനെയൊന്നും എടുക്കരുത്. അവരൊക്കെ ചുമ്മാ പോട്ടെ. അതൊക്കെ അവർക്കൊന്നും അവന്മാരൊന്നും രാഷ്ട്രീയക്കാരല്ല. അവന്മാരെയൊന്നും ചീഫ് ആവാൻ കൊള്ളത്തില്ല. ചീഫ് ആവണമെങ്കിൽ ഈ ഇടതുപക്ഷ സംഘടനയുടെ നേതാവ് തന്നെ വേണം. അതുകൊണ്ട് യവനിത് കൊടുക്കാൻ വേണ്ടി ചെയ്ത പണി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരെ ചോദ്യങ്ങൾ വാല്യൂ ചെയ്തില്ല കേട്ടോ. എളുപ്പ മാർഗമല്ലേ. വാല്യൂ ചെയ്യാതെ ഈ 10 ചോദ്യങ്ങൾ അങ്ങ് ഒഴിവാക്കി. 9 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ 58 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വാല്യൂ ചെയ്തിട്ടില്ല. ബാക്കി 42 മാർക്കിൻ്റെ ചോദ്യമാണ് വാല്യൂ ചെയ്തേക്കുന്നത്. ഈ 42 മാർക്കിൻ്റെ ചോദ്യം വാല്യൂ ചെയ്തപ്പം ഇയാൾ മുന്നിൽ വന്നു കേട്ടോ. മിടുക്കനല്ലേ. മറ്റൊന്നും അവൻ അറിഞ്ഞൂടാ. ബാക്കി മൊത്തം വാല്യൂ ചെയ്താൽ ആമ്പിള്ളേരുണ്ട്, അത് മുഴുവൻ വലിയ പേരുടെ. അത് മാത്രമോ, ഇതിൻ്റെ കൂടെ ഇത് മാത്രമല്ല, അവൻ മുമ്പിൽ വന്ന ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിനൊന്നും വന്നില്ല. അഭിമുഖം ഉണ്ട്, ഇൻ്റർവ്യൂ. തോന്നിവാസം പോലെയാണ്. ഇൻ്റർവ്യൂവിന് ഇത് അറിഞ്ഞു വെച്ചുകൊണ്ട് അതനുസരിച്ചുള്ള മാർക്ക് ഇവന് കൊടുക്കണമല്ലോ. അതും കൊടുത്തു. അതും കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും യവനെ പിടിച്ച് മേളിൽ കയറ്റി കൊണ്ടുവന്നു നിയമിക്കുകയും ചെയ്തു. സർവീസിൽ ഇപ്പോൾ ഇരിക്കുക കേട്ടോ ആശാന്. അപ്പോൾ അവസാനം ഇത് പ്രശ്നം വന്നു. ഇതിൽ എഴുതിയ ആളുകൾ, ഉദ്യോഗാർത്ഥികൾ, ഈ ക്വസ്റ്റ്യൻ പേപ്പർ, അവരുടെ ആൻസർ പേപ്പർ അത് വാല്യൂ ചെയ്തത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ ആൻസർ പേപ്പറിൻ്റെ പകർപ്പ് ചോദിച്ചു. വിവരാവകാശ നിയമപ്രകാരമാണ് ചോദിച്ചത്. കൊടുക്കത്തില്ല. അത് അപേക്ഷ അങ്ങ് തള്ളി. ഇതൊന്നും കൊടുക്കാൻ പറ്റുന്നതല്ല, രഹസ്യമാണെന്ന്. ശരിയാ, ഈ കള്ളത്തരം കാണിക്കുന്ന രഹസ്യമല്ലേ. രഹസ്യമായിട്ടല്ലാതെ കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാൽ പിടിവീഴത്തില്ലേ, അത് പ്രശ്നമാവും. അതുകൊണ്ട് അത് കൊടുക്കാൻ പറ്റിയല്ല എന്ന് പറഞ്ഞു. കൊടുത്തില്ല. അവസാനം കുറച്ച് പേര് അതിനകത്ത് അപ്പീലൊക്കെ കൊടുത്തു. ആദ്യത്തെ അപ്പീലൊക്കെ തള്ളി. അതും അവിടെ തന്നെ ആണല്ലോ, അപ്പലേറ്റ് അതോറിറ്റി. അതിൻ്റെ പേരിൽ അവർ വിവരാവകാശ കമ്മീഷണർമാർക്ക് അവർക്ക് അപ്പീൽ കൊടുത്തു. കമ്മീഷനിൽ അപേക്ഷ കൊടുത്തു, അപ്പീൽ കൊടുത്തു, സെക്കൻഡ് അപ്പീൽ. അത് കൊടുത്തപ്പം പറഞ്ഞു മര്യാദയ്ക്ക് ഇത് കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ടും കൊടുത്തില്ല. കുറേ പേർക്ക് കിട്ടാറുണ്ട്. ഇത് കൊടുക്കാതിരിക്കുന്നതിൻ്റെ കാരണം ഇത് കൊടുത്താൽ ഇതിൻ്റെ കള്ളി വെളിയിലാവത്തില്ലേ. അവസാനം ഇത് കിട്ടി. ഇത് പിടി വീണു. കേസുമായി, കേസിൻ്റെ രജിസ്റ്റർ ചെയ്തു എന്ന് മനസ്സിലാക്കി. ഏതായാലും വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതായാലും ഇനിയുള്ളവർക്കെങ്കിലും ആൻസർ ഷീറ്റിൻ്റെ കോപ്പി കിട്ടുമായിരിക്കും. എന്തായാലും ശരി, ഒരു തീരുമാനം PSC പെട്ടെന്ന് കൂടി അങ്ങ് എടുത്തു. ഇത് വലിയ വീഴ്ചയാണ്, PSCക്ക് സംഭവിച്ചേക്കുന്ന ഒരു വീഴ്ചയാണ്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ എല്ലാവരുടെയും ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ വാല്യൂ ചെയ്യും. വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ യവൻ വെളിയിൽ പോകും, ഉറപ്പാണ്. കാരണം ഈ 10 ചോദ്യങ്ങൾ അവൻ അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട് അവൻ 3-4 ചോദ്യം എഴുതി പൊട്ടത്തെറ്റ് അവൻ അറിഞ്ഞുകൂടാ. വിവരമില്ല. വിവരമുള്ളവർ എഴുതിയവരുണ്ട്. അപ്പം വേറെ ആളുകൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരുമല്ലോ. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ പറഞ്ഞു ഇതെല്ലാവരുടെയും ഇത് വാല്യൂ ചെയ്യാൻ തീരുമാനിച്ചു എന്ന്. ആ വാല്യുവേഷൻ്റെ തീരുമാനം എവിടെ പോയെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഇപ്പോഴും അത് വാല്യൂ ചെയ്തിട്ടില്ല. അങ്ങനെയാണ്. അതിങ്ങനെ ഇനി അത് വാല്യൂ ചെയ്യും. ഇനി അവൻ റിട്ടയർ ചെയ്യുന്നത് വരെ ഇത് വാല്യൂ ചെയ്യാതിരുന്നാൽ മതിയല്ലോ, കാര്യം തീരുമല്ലോ. ഈ അരുൺ ജെ പ്രതാപ് എന്ന് പറയുന്നവൻ റിട്ടയർ ചെയ്ത് പോകുന്നത് വരെയും ഇത് വാല്യൂ ചെയ്യാതിരുന്നാൽ കാര്യം തീരും. അതേ ഉള്ളൂ പ്രശ്നം. അങ്ങനെ പരിഹരിക്കാം. ഏതായാലും മറ്റേ 2 പോസ്റ്റിലേക്കുള്ള സെലക്ഷൻ അത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലൊക്കെ തടഞ്ഞു. വേണ്ട, നിയമനം നടത്തണ്ടെന്ന് പറഞ്ഞു. ഇവൻ്റെ നിയമനം തന്നെ സബ്ജക്റ്റ് ടു ഇതാണ്, ആ രീതിയായി. ഏതായാലും ശരി, ഇത് എത്രയും പെട്ടെന്ന് വാല്യൂ ചെയ്യണം. വാല്യൂ ചെയ്തിട്ട് അതിന് ശരിയായ ഉദ്യോഗാർത്ഥിയെ അതിൽ നിന്ന് അത് ക്വാളിഫൈഡ് ആയിട്ടുള്ളവനെ കണ്ടെടുത്തിട്ട് അയാൾക്ക് കൊടുക്കണം. അതുപോലെ ഇതിൻ്റെ മാർക്ക്, ഈ ഇൻ്റർവ്യൂ നടത്തുന്നവന്മാർക്ക് ഈ എഴുത്ത് പരീക്ഷയുടെ മാർക്ക് കൊടുക്കാൻ പാടില്ല, അറിയാനും പാടില്ല അവർ. പക്ഷെ അതൊന്നും നമ്മൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. യവന്മാരതൊക്കെ തന്നെത്താൻ ചോദിച്ച് മനസ്സിലാക്കി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ്റെ അളിയനും മറ്റവൻ്റെ അളിയനും ഒക്കെ ആയിട്ട് നിയമനങ്ങൾ നടത്തും. ഈ 238 പേര് മാത്രം എഴുതിയ പരീക്ഷയിൽ ഇത്രയും വലിയ അഴിമതിയാണെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ എഴുതുന്ന പരീക്ഷകളിൽ എന്തുമാത്രം അഴിമതിയായിരിക്കും നടക്കുന്നത്, സ്വജനപക്ഷമായിരിക്കും നടക്കുന്നത്. നോക്കിക്കോളൂ, ഇതിനകത്ത് മുഴുവൻ നടന്നേക്കുന്നത് എന്താണെന്നുള്ളത്. ഇതാണ് നടന്നേക്കുന്നത്. PSC എന്ന് പറയുന്ന ഈ നോക്കൂത്തി ഉണ്ടല്ലോ, വെള്ളാന. സത്യത്തിൽ ഇത് പിരിച്ചുവിടണം ഈ സംവിധാനം. അതാണ് വേണ്ടത്. എന്നിട്ട് പുതിയ സംവിധാനം ഏർപ്പെടുത്തണം. അല്ലെങ്കിൽ യവന്മാരെ എല്ലാം ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതേപോലെ വൃത്തികെട്ട് കാണിക്കുന്നവന്മാരെ ഈ എത്ര കുഞ്ഞുങ്ങളുടെ പള്ളക്കടിക്കുക എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അവരെല്ലാം എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ഈ വന്ന് പരീക്ഷയ്ക്ക് പഠിച്ചു വന്നിരുന്ന് എഴുതുന്നത്. അവസാനം എഴുതുമ്പോൾ അവന്മാർക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാനാണെങ്കിൽ ബാക്കിയുള്ളവരെ അവന്മാർക്കും കൊടുത്താൽ പോരെ. എന്തിനാ ഇവരെ ഉപദ്രവിക്കുന്നത്? ഇവർ പഠിക്കുകയെങ്കിലും ചെയ്യണ്ടല്ലോ, പഠിക്കുക കഷ്ടപ്പെടണ്ടല്ലോ. നിങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ട് കാര്യമില്ല, ഇതിനകത്ത് ആൾ വേറെയാ ഉണ്ട്. കാര്യം അങ്ങ് തീർന്നാൽ മതിയല്ലോ.
അതാ കാര്യം. അതായത് ഒരു ഒരു സ്ഥലത്തൊരു ജോലിക്ക് ഒരാൾ അപേക്ഷിച്ചപ്പം ചെന്നപ്പോൾ എനിക്കറിയാവുന്നതാണ്. അപേക്ഷിച്ച് കഴിഞ്ഞപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് എന്തിനാ മെനക്കെടുന്നേ, യൂണിയൻ്റെ ആളുകൾ ഇവിടെ വേറെ രണ്ട് മൂന്ന് പേരുണ്ട്, അവർക്കേ കിട്ടുള്ളൂ, നിങ്ങൾക്ക് കിട്ടത്തില്ല. അയാൾ പിന്നെ അതിന് പോയില്ല. അതാ ഞാൻ പറഞ്ഞേ, ഇങ്ങനെ നടക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അങ്ങനെ നടക്കരുത് നമ്മുടെ നാട്ടിൽ. അങ്ങനെ നടക്കരുത്. മിടുക്കർക്ക് ജോലി കിട്ടണം, കഴിവുള്ളവന് ജോലി കിട്ടണം, അതാ വേണ്ടത്. അതിന് ഒറ്റ സ്വജനപക്ഷപാതമൊന്നും അഴിമതിയും ഇത് പാടില്ല ഈ മേഖലയിലെങ്കിലും. ഏതായാലും ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഉത്സാഹമായിട്ട് കേസുമായിട്ട് മുമ്പോട്ട് പോവുക. എന്തെങ്കിലും നടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം പിണറായി വിജയൻ്റെ പോലീസല്ല ഇപ്പോൾ ഉള്ളത്, രമേശ് ചെന്നിത്തലയുടെ പോലീസാണ്.